നമസ്കാരം. അപ്പോളേ ഇതൊക്കെയാണ് നമ്മുടെ ഡ്രൈവിംഗ് പരിഷ്കാരം. ഒക്കെ ശരിയാവും എന്ന് പ്രതീക്ഷിക്കണം. ശരിയാകാതെ എവിടെ പോവാൻ? അപ്പം നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും പറയാണ്, ആർക്കും എന്താ പറയുക, ഒരു മിനിറ്റ് നിൽക്കാനുള്ളൊരു സമയമല്ല. അതായത് നമ്മളിപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർക്കും കൂടിയും ഒരു സമാധാനം കൊടുക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ നേരത്തെ എന്താ പറയുക, ഇരുട്ടാവുകയാണ്. നേരത്തെ തന്നെ 5 മണിയായി. ഇപ്പോൾ തന്നെ നല്ല മഴക്കാറുണ്ട്. ചെറുതായിട്ടൊരു മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ പരമാവധി വാഹനങ്ങൾ സൂക്ഷിച്ച് ഓടിക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഇപ്പോൾ നിങ്ങൾ എങ്ങനെ ഓടിച്ചാലും നമുക്ക് കുഴപ്പമില്ല. ട്രാഫിക് വയലേഷൻ ഇല്ലാതെ നിങ്ങൾ പരമാവധി ഓടിക്കാൻ ശ്രമിക്കണം. ഇതിപ്പോൾ റൂൾസും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഒക്കെ തോന്നിയ പോലെയാണ്. അപ്പോൾ നമ്മുടെ സർക്കാർ ഒക്കെ പറഞ്ഞ അവസാനം സർക്കാരിനാണ് കുറ്റല്ലേ എന്നാവും നിങ്ങൾ കരുതുന്നുണ്ടാവുക. സർക്കാരിനെ കുറ്റം പറയല്ല കേട്ടോ. സർക്കാരിൻ്റെ കാര്യങ്ങൾ, സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊന്നും ചെയ്യാതെ ആകുമ്പോഴാണ് ജനങ്ങളും അതേപോലെ പ്രതിപക്ഷമൊക്കെ എന്താ പറയുക, പ്രതിഷേധിക്കാൻ വരുള്ളൂ. അപ്പോൾ അത് പരമാവധി ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ചെയ്യാത്തതുകൊണ്ടാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ എനിക്ക് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്താവും, സമൂഹം എന്നെ കുറ്റപ്പെടുത്തും, അവനത് ചെയ്തില്ല. അപ്പോൾ അവനെ പറയുക തന്നെ വേണമെന്നാണ് പറയാം സമൂഹം. അപ്പോൾ അതേപോലെ തന്നെയാണ് സർക്കാരിൻ്റേതായ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. അല്ലാതെ അത് കുറ്റമല്ലല്ലോ, അത് ചെയ്യാത്ത കൊണ്ട് കിട്ടുന്ന ഓരോ പ്രയോജനങ്ങളല്ലേ. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ KSRTCയിൽ എന്നിപ്പോൾ ഗണേഷ് കുമാർ പറയണ്ടായി, സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴോട്ടുള്ള എല്ലാ ബസ്സുകളിലും ക്യാൻസർ രോഗത്തിന്റെ ചികിത്സയ്ക്കായി മലബാർ ക്യാൻസർ സെന്ററിലും തിരുവനന്തപുരത്ത് RCCയിലും മറ്റേത് ആശുപത്രിയിലേക്കും കേരളത്തിൽ യാത്ര ചെയ്യുന്ന റേഡിയേഷനും കീമോയ്ക്കുമായി യാത്ര ചെയ്യുന്ന രോഗിക്ക് സമ്പൂർണ്ണ സൗജന്യം KSRTC നൽകുന്നതായിരിക്കും. സമ്പൂർണ്ണ സൗജന്യം ആ വ്യക്തിക്കുള്ള CCRC കൊച്ചിൻ ഏതിപ്പോ പ്രൈവറ്റ് ആശുപത്രിയിൽ പോവുകയാണെങ്കിലും അവർ പോകുന്ന സ്ഥലത്തു നിന്നും ഈ ആശുപത്രിയിലേക്ക് നിരന്തരമായി RCC കീമോയ്ക്കും റേഡിയേഷനും പോകുന്ന രോഗികൾക്ക് KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് മുതൽ താഴെയുള്ള എല്ലാ വണ്ടികളിലും സമ്പൂർണ്ണ സൗജന്യം പ്രഖ്യാപിക്കുകയാണ് സർക്കാർ. ഇത് ശ്രീ ആൻസ്ലൻ സാർ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ വ്യവസായം തകർച്ചയിൽ നിന്നും മാറ്റിയെടുക്കുന്ന അങ്ങയുടെ പരിശ്രമത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് സാർ. വളരെ പ്രധാനപ്പെട്ട 40,000-ഓളം വരുന്ന തൊഴിലാളികൾ പണിയെടുക്കുന്ന മേഖലയിലെ സ്ഥാപനം സംരക്ഷിക്കണം. ദശലക്ഷക്കണക്കിന് വരുന്ന യാത്രക്കാർക്ക് സൗകര്യപ്രദമായ യാത്ര ഒരുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ചർച്ച നടക്കുമ്പോൾ കനകോല് സിദ്ധാന്തവുമായി ഉത്തരേന്ത്യ സംസ്ഥാനങ്ങൾ നടപ്പാക്കുന്ന പദ്ധതി. അപ്പോൾ അത് KSRTC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, KSRTC കേരളത്തിലെ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു വാഹനം തന്നെയാണ്, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം തന്നെയാണ്. KSRTCയിൽ സൗജന്യ ചികിത്സ പറഞ്ഞാൽ അത് ഗവൺമെൻറ്റിൻ്റെ ഔദാര്യമായിട്ടാണ് ഇപ്പോൾ ജനങ്ങൾ മൊത്തം കാണുന്നത്. കാരണം ഇപ്പോൾ ഇന്ന് കോട്ടയം പാല എന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. അവിടുത്തെ ഡ്രൈവറെ കുറേ കൂട്ടം ആളുകൾ വന്നിട്ട് അടിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ അതെന്താ വെച്ച് കഴിഞ്ഞാൽ, ആ സ്ഥലത്തുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ പരിധിയിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് കൺസെഷൻ എന്ന ഒരു സംഭവം പ്രൈവറ്റ് ബസ്സിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് വേറെ ഏതോ സ്ഥലത്തു നിന്നാണ് ഈ കുട്ടി വന്നിട്ടുള്ളത്. ഈ കുട്ടി വന്നിട്ട് 1 രൂപ, ശരിക്കും പറഞ്ഞാൽ 1 രൂപ എന്ന് പറയുന്നത് ഇപ്പോൾ 5 രൂപയായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് 25 വയസ്സ് 50 വയസ്സൊക്കെയാണ്. ഇപ്പോഴാണ് 1 രൂപ 5 രൂപ 10 രൂപ 15 രൂപയൊക്കെ ആയത്. അപ്പോൾ ഈ 1 രൂപ കൊടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഇതാണ് അതിലുള്ളത് എന്നാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ
₹1 ചോദിച്ചതിൻ്റെ പേരിൽ കുട്ടിയുടെ ആളുകളെ കൂട്ടി വന്നിട്ട് ഡ്രൈവറെ അകാരണമായിട്ട് മർദ്ദിക്കലും അടി പിടിയൊക്കെ ഉണ്ടായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ ഇതിപ്പോൾ നേരെ മറിച്ച് ഒരു KSRTCത്തെ ഒരു ഡ്രൈവറെ പിടിച്ച് തള്ളാൻ ഏതെങ്കിലും കേരളത്തിലെ, അതായത് ആണായി പിറന്നവന് സാധിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല, പക്ഷെ അവർ പരമാവധി ശ്രമിക്കുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൽ ഡ്രൈവറെ പിടിച്ച് തല്ലിയ, അപ്പോൾ അതിനെതിരെയായിട്ട് ഇന്ന് കോട്ടയം ഭാഗത്തുള്ള എല്ലാ ആളുകളും പ്രതിഷേധിക്കുകയാണ്. അതായത് ഡ്രൈവർമാർ മൊത്തം. അത് നല്ലൊരു കാര്യമാണത്. കാരണം അതായത് പട്ടിയുടെ വില, തെരുവിൽ അലയുന്ന പട്ടിയുടെ വില പോലും കൊടുക്കാതെ ഒരു ഡ്രൈവറെയാണ് തല്ലണത്. കാരണം ഇവർക്ക് ഇപ്പോഴത്തെ കാലത്ത് നെറ്റ് റീചാർജ് ചെയ്യാൻ 350-400 രൂപ വേണം. അൽഫാം, ചിക്കൻ പീസ്, ചിക്കൻ പപ്സ്, ഷവർമ, അതേപോലെ ഐസ്ക്രീം കഴിക്കാൻ, ഇതിനൊക്കെ ഇവർക്ക് പൈസ ഉണ്ട്. ബസ്സിൽ മാത്രം ഇവർ ₹1 കൊടുക്കില്ല, അല്ലെങ്കിൽ കൊടുത്തു എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്താൽ തീർച്ചയായിട്ടും അവിടെ പിന്നെ കുറ്റക്കാർ പ്രൈവറ്റ് ബസ്സുകാരാണ്. അപ്പം നാണല്ലാത്ത ഒരു ഇത് ആയി പോവാണ് ഈ സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടന. വളരെ മോശമായിട്ട് വരികയാണ് നമ്മുടെ കേരളം. അപ്പോൾ ഇതിനൊക്കെ ആരാണ് ശരിക്കും പറഞ്ഞാൽ ഉത്തരം പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് തന്നെയാണ്, അല്ലാതെ വേറെ ആരുമല്ല ഉത്തരം പറയേണ്ടത്. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ വായിൽ ശരിക്കും പഴം തിരികെ തന്നെയാണ് സത്യം പറഞ്ഞാൽ. എന്താണ് ഇങ്ങനെയൊക്കെ ഒരു ഇത് അറിയാണ്ട് ചോദിക്കുകയാണ്. കാരണം ഇതിൽ ഒരുപാട് അപാധകളുണ്ട്. ഇപ്പോൾ ഗണേഷ് കുമാർ ഇതിപ്പോൾ എത്ര മാസം ഉണ്ടാവും എന്നും കൂടി അറിയില്ല. അതുമാത്രമല്ല, ഇതിപ്പോൾ ഗവൺമെൻറ് കൊടുത്ത ഒരു കാര്യം തന്നെയാണ് സൗജന്യ യാത്ര എന്ന് പറഞ്ഞത്. ഇപ്പോൾ KSRTCത്തെ കണ്ടക്ടർമാർക്ക് അറിയോ ഇല്ലേ എന്നറിയില്ല, വളരെ മോശമായിട്ടാണ് അവർ പെരുമാറല് യാത്രക്കാരോട്, വളരെ മോശമായിട്ട്. കാരണം ഈ കണ്ടക്ടർമാരുടെ അപ്പൻ്റെ സ്വത്താണ് എന്നുള്ള രീതിയിൽ, അല്ലെ ഭാര്യ പിതാവിൽ നിന്ന് കിട്ടിയത്, സ്ത്രീധനായിട്ട് കിട്ടിയ പോലെയുള്ള സ്വഭാവമൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ കണ്ടക്ടർമാരെയും ഡ്രൈവർമാരെയും ഒന്ന് മോട്ടിവേഷൻ ചെയ്തെടുക്കുക. കാരണം കുറ്റം ചെയ്തവന് ശിക്ഷ നടപ്പിലാക്കുന്ന പോലെ നിങ്ങൾ അവിടെ തെറ്റ് ചെയ്യണ ആരോ അവരെ പിരിച്ചുവിടുക തന്നെ വേണം. കാരണം എത്രയോ വേക്കൻസികളുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനത്ത് ഇരിക്കുകയെന്ന് കരുതുക നമ്മൾ, പെട്ടെന്ന് അയാൾ ഒരു ദിവസം മരിച്ചുപോയി. അപ്പോൾ ഈ ഗണേഷ് കുമാർ അല്ലാതെ വേറെ മന്ത്രിമാരില്ലേ ഈ ലോകത്ത്? അത് അവർ തിരഞ്ഞെടുക്കില്ലേ? ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പോയി എന്ന് കരുതാം. അപ്പോൾ ഈ മുഖ്യമന്ത്രി അല്ലാതെ വേറെ ആൾക്കാരുണ്ട് ലോകത്ത്. അപ്പോൾ ഒരാൾ പോയാലും മറ്റൊരാളുണ്ട് എന്നുള്ളൊരു ചിന്ത നമുക്ക് ഇല്ലാതെയും കൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെയാണ് ഇനി 100 കൊല്ലം വരെ ഭരിക്കുക എന്നുള്ളൊരു മാനസിക വിഭ്രാന്തിയാണ് ഇവർക്ക്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റപ്പെടണം തീർച്ചയായിട്ടും. കാരണം വളരെ മോശമായി, വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ഓരോ ആളുകളും. കാരണം അത്രയ്ക്ക് അതമ്പതിച്ചോ എന്നാണ് നമ്മൾ സ്വയം ചിന്തിക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, കണ്ണാടി നോക്കാൻ പോലും ചിലപ്പോൾ ഭയമായിരിക്കും, അത്രയും പേടിയായിരിക്കും. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ സർക്കാരിൻ്റെ ഒരു അടവാണത്. ശരിക്കും അതാണ് ഇതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് അതിൻ്റെ അപ്പുറം പറയാം, പക്ഷെ ഇത് നമുക്ക് പറ്റിയൊരു പരിപാടിയല്ല. അപ്പോൾ ഇവിടെ നല്ല മഴ അങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, നല്ല രസമാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ തൊട്ട് ഈ ഒരു 4 മണി 5 മണി വരെ നല്ല ചൂടായിരുന്നു, നല്ല ചൂട്. അപ്പോൾ അതിനനുസരിച്ച് നല്ല മഴയും വരുന്നുണ്ട് തോന്നുന്നുണ്ട്. പക്ഷേ മഴ പെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഒന്നുകൂടി ചൂട് കൂടുക ചെയ്യുക. അപ്പോൾ ചൂട് കമ്മി എന്തായാലും വരില്ല. അപ്പോൾ പിന്നെ അടുത്തത് പറയാനുള്ളത് നമ്മുടെ ട്രാഫിക്കിൻ്റെ ഓരോ കാര്യങ്ങളാണ്. കാരണം ഇതൊക്കെ നമ്മളിത് പറഞ്ഞിട്ടും പറയാതിരുന്നിട്ടും ഒരു കാര്യമില്ല, പറഞ്ഞുകൊണ്ട് എന്താ കിട്ടുന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ ഇതിൽ ട്രാഫിക്കിൻ്റേതായ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്, ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് ഇവർ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുന്നത്, തോന്നിയ പോലെയാണ് വണ്ടി ഓടിക്കുന്നത്. അതിനൊക്കെ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അത് ഗതാഗത വകുപ്പ് തന്നെ ഇടപെടണം. ഗതാഗത വകുപ്പ് ഇടപെടാൻ ഇപ്പോൾ സമയമില്ല. കാരണം ഒക്കെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇയാളുടെ പോക്കിരിത്തരങ്ങൾ ഒക്കെ ഒളിച്ച് മറച്ച് വെക്കാനുള്ള ഓരോ വ്യഗ്രതയിലാണ് ഓരോ ഉദ്യോഗസ്ഥന്മാരും. അപ്പോൾ അതിന് പറയാനുള്ളത് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കത് പറയാണ്ടിരിക്കുകയാണ് എന്നാണ് ഏറ്റവും ബെറ്റർ. കാരണം ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു DYFIക്കാരൻ്റെ ബാക്കിൽ ഒരു വണ്ടി വന്നു കുത്തി. ഇതൊക്കെയാണ് വണ്ടിയുടെ പിന്നാലെ, വലിയ വണ്ടിയുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപകടം. ഇതാണ് ട്രാഫിക്കിൻ്റെ ഏറ്റവും വയലേഷൻ എന്ന് പറഞ്ഞത്. കാരണം ഇവർക്കൊന്നും വിവരമില്ല, അത് അവർ ഓട്ടോറിക്ഷ കയറി പോകണം.
അപ്പോൾ ഇത് തട്ടി മുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വലിയൊരു അടിപിടിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ ചേച്ചി എങ്ങടാണ് പോകുന്നത്, ഈ ബൈക്കുകാർക്കാണ് ധൃതി എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ മരിക്കേണ്ട ആൾക്കാർ തന്നെയാണ്. കാരണം അവർക്കറിയാം എല്ലാതും അറിയാം. പക്ഷെ എന്നാലും അവർ പ്രതികാരമായിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. പ്രത്യേകിച്ച് ഈ മഴ അങ്ങനെ പെയ്യുമ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ട കാര്യം. അപ്പോൾ നമുക്കിതിനെ പ്രത്യേകിച്ച് ഒരു വിഷയം കിട്ടുമ്പോൾ വേറെ എന്തെങ്കിലും വിഷയം വന്ന് ചാടുമ്പോൾ ആ വിഷയത്തിലേക്കാണ് പോവുകയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ വന്നിരിക്കാനേ നല്ല രസമാണ്. അപ്പോൾ മേലെ പോയി കഴിഞ്ഞാൽ ഒന്നും കാണില്ല, ഇപ്പോൾ അസ്തമയോ ഇതൊന്നും കാണില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ നല്ല രസമായിട്ട് ഇങ്ങനെ കാണാം. ഓരോന്ന് നിങ്ങൾ ലോറിനെയും കാറിനെയും എണ്ണിക്കോളിയും ബൈക്കുകളൊക്കെ നിങ്ങൾ എണ്ണിക്കോളി, എണ്ണീൻ്റെ കണക്ക് പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു പണ്ട് കളി ഉണ്ടായിരുന്നു. അതായത് ഈ ലോറിനെ എണ്ണിക്കോ, ഞാൻ ബസ്സിന് എണ്ണ, ഈ കാറിന് എണ്ണിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു അന്ന് നല്ല രസമായിരുന്നു. അന്ന് പിന്നെ അന്തമല്ല കുന്തമല്ല പറഞ്ഞ പോലെ. ഇന്നിപ്പോൾ അത്രയില്ല. അപ്പോൾ പിന്നെ സ്വർണ്ണപ്പാളിയുടെ കാര്യത്തിൽ ഇവർ പിന്നെ വാർത്താക്കാർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഇവർക്ക് എന്താ പറയുക, അതിനെ പറ്റിയിട്ട് ഒരു വ്യക്തത കിട്ടുന്നില്ല. കാരണം മുഖ്യമന്ത്രി തന്നെയാണോ ഇത് ചെയ്തിട്ടുള്ളത്, അല്ലെ മുഖ്യമന്ത്രിയുടെ മുകളിലുള്ള ആൾക്കാരാണോ, മുഖ്യമന്ത്രിയുടെ താഴെയുള്ള ആൾക്കാരാണോ എന്നൊന്നും ശരിക്കൊരു വ്യക്തത വരുന്നില്ല. അപ്പോൾ ഇവർ വ്യക്തത വരുത്താത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്കറിയാം ശരിക്കും സത്യം എന്താണെന്ന്. കാരണം ഇപ്പോൾ ന്യൂസുകാർക്ക് കിട്ടാത്ത കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതിനേക്കാളും കൂടുതൽ അവർക്ക് കിട്ടും. അപ്പോൾ പിന്നെ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അവർ പകുതി അവിടെ പൂഴ്ത്തി വെച്ചിട്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. അതാണ് ഇവരിങ്ങനെ മറിഞ്ഞ് തിരിഞ്ഞ് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയണ കാര്യം തന്നെയാവും തീർച്ചയായിട്ടും. പക്ഷേ അത് അവർ പറയില്ല. അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ടിസ്റ്റ് പൊളിഞ്ഞില്ലേ, സലീം കുമാർ പറഞ്ഞ പോലെ ടിസ്റ്റ് പൊളിഞ്ഞു. പിന്നെ ഇപ്പോൾ അതിൽ എന്താ ഉള്ള കഥ ഒന്നുമില്ലല്ലോ. അപ്പോൾ സ്വർണ്ണപ്പാളി ഇപ്പോൾ കട്ടിള പോയി, പിന്നെ ചെമ്പ് ദ്വാരപാല ശില്പം പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് അവിടെ വേറെ എന്തൊക്കെ ശബരിമലയിൽ കോടിക്കണക്കിന് പിന്നെ എന്താ പറയുക സ്വത്തുക്കളുണ്ട്. ഓരോ ഭക്തർ കൊടുത്ത വഴിപാടുകളായിട്ടുള്ള ഓരോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇതിൽ അവിടെ ഇപ്പം ഇനി ഉരുളി ഉണ്ടോ, പിന്നെ നിലവിളക്കുണ്ടോ, അതേപോലെ പിന്നെ ദീപങ്ങളുണ്ടോ, അലങ്കാര ദീപങ്ങളുണ്ടോ, അവിടെ എന്തൊക്കെ വസ്തുക്കളുണ്ടോ, അതിലൊക്കെ ഒരു കണക്കെടുപ്പ് തീർച്ചയായിട്ടും ഒന്ന് നോക്കുക തന്നെ വേണം. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ആർക്കറിയാമെന്നാണ്. കാരണം ഈ ചരിത്രത്തിൽ, നമ്മുടെ ലോക ചരിത്രത്തിൽ ഒരു പിന്നെ തീവ്രവാദി അല്ലെങ്കിൽ ഒരു ലോകത്തെ ഏറ്റവും വലിയ പിന്നെ ദുഷ്ടനായ ആള് ഹിറ്റ്ലർ എന്നായിരുന്നു. ഹിറ്റ്ലർ ആയിരുന്നു എന്നാണ് നമ്മളൊക്കെ കേൾവി കേട്ടോ. നമുക്കിപ്പോൾ മൂപ്പര് പരിചയമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ അയാൾ പോലും ചെയ്യാത്ത കാര്യമാണ് ഈ സർക്കാർ, LDF സർക്കാർ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളൊന്ന് ചിന്തിക്കണം, ഇയാൾ എന്തിനു വേണ്ടിയിട്ടാണ് ഭരണത്തിൽ കയറിയിട്ടുള്ളത്. കാരണം ഇതിപ്പോൾ ആഭ്യന്തരം ഭരിക്കുന്ന മൂപ്പര് തന്നെയല്ലേ. അപ്പോൾ അത് ആഭ്യന്തരം ഭരിക്കുന്ന ആളല്ലേ നമ്മൾ പറയുക, അല്ലാതെ വേറെ ആരെ പറയുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് ചിന്തിച്ച് പിന്നെ കണക്ക് കൂട്ടിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ചെയ്യാൻ. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ അടുത്ത പ്രാവശ്യം ഈ സർക്കാർ വന്നു എന്ന് കരുതാം, ഇപ്പോൾ ജനങ്ങളെ ഇയാൾ വിൽക്കില്ലേ. കാരണം ഇപ്പോൾ മനുഷ്യക്കടത്ത് ഇഷ്ടംപോലെ നടക്കുന്ന രാജ്യങ്ങളുണ്ട് നമ്മുടെ ലോകത്ത്. അപ്പോൾ മനുഷ്യക്കടത്ത് പോലെ തന്നെ ഈ കേരളത്തിൽ മനുഷ്യക്കടത്ത് ഇല്ലേ. ഇപ്പോൾ ഓരോ രീതിയിൽ ഓരോ തരം തട്ടിപ്പാണ്. ഇപ്പോൾ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ആളുകൾ വീഡിയോ ചെയ്യണു. ഓരോ വീഡിയോ ചെയ്തിട്ട് അതൊന്ന് കാശുണ്ടാക്കുന്നുണ്ട്. ലക്ഷങ്ങളല്ല, കോടികളൊന്നും ഇവർക്ക് കിട്ടുന്നില്ല. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണ്? അതേപോലെ അവയവദാനത്തിന് ഇതേമാതിരി കോടികൾ പിന്നെ കൊണ്ടുപോകുന്നുണ്ട്. അത് ആ പൈസയൊക്കെ എവിടെയാണ്? അതേപോലെ തന്നെ ഓരോ രീതിയിൽ ഇപ്പോൾ പിന്നെ ബാങ്കിൻ്റെ തട്ടിപ്പായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ പൈസയൊക്കെ എവിടെയാണെന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ
ചെറിയ ചെറിയ രീതിയിലുള്ള തട്ടിപ്പുകൾ മാത്രമാണ് നമ്മൾ അറിയുന്നത്. ഏത് ഇപ്പോൾ ശബരിമല, അതേപോലെ പിന്നെ എന്താ പറയുക, പിന്നെ അയ്യപ്പ സംഗമത്തിൻ്റെ തട്ടിയെടുത്തു ഒക്കെ 2 കോടി 3 കോടി ഒക്കെയാണ്. അപ്പോൾ കോടിക്കാണ് ഇപ്പോൾ വില. അപ്പോൾ ഒന്ന് ചിന്തിക്കണം, ലക്ഷത്തിനൊക്കെ ഒരു വിലയില്ല. 2 കോടി 3 കോടി എന്നൊക്കെയാണ് ഇപ്പോൾ ഓരോ രീതിയിലും വാർത്തകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ ആഭ്യന്തരമാണ്. ഇപ്പോൾ എന്താ കണ്ണൂർ ഭാഷയാണ് മൂപ്പര് പറഞ്ഞിട്ടുള്ളത്, 8 അടിയെന്നോ 8 കെട്ടുന്നോ എന്തൊക്കെ പറഞ്ഞു. കണ്ണൂർ ഭാഷ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു വിവരം വെളിവും വെള്ളിയാഴ്ച ഇല്ല എന്നുള്ളത് ജനങ്ങൾക്ക് ഇപ്പോൾ ഇന്നലത്തെ ആ മുഖ്യമന്ത്രിയുടെ ആ ഭാഷയും കൊണ്ട് ശരിക്കും മനസ്സിലായ ഒരു കാര്യമാണ്. കാരണം ഒരു നിയമസഭയിലാണ് അയാൾ ഇതുപോലുള്ളൊരു എന്താ പറയുക വിഡ്ഢിത്തരം പറഞ്ഞത്. അപ്പോൾ ആ വിഡ്ഢിത്തരം പറഞ്ഞതിന് ജനങ്ങൾ സത്യം പറഞ്ഞാൽ അതിന് എതിരെ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ജനങ്ങൾ ഓർത്ത് വെക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മുടെ മുഖ്യമന്ത്രിക്ക് അറിയില്ല തോന്നുന്നു. നമ്മുടെ മുഖ്യമന്ത്രിയല്ല കേട്ടോ, അത് വേറെ ആരെയും മുഖ്യമന്ത്രിയല്ല. നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി, EMS നമ്പൂതിരിപ്പാട്, അതേപോലെ EK നായനാർ, അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പറയാൻ. അതായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി. ഇത് നമ്മുടെ മുഖ്യമന്ത്രി അല്ല ശരിക്കും, ഇത് മറ്റാർക്കോ വേണ്ടി വന്നൊരു മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ കലവറ. സ്വർണ്ണമാണ് മൂപ്പരെ മെയിനായിട്ടുള്ള സംഭവം. സ്വർണം എന്ന് കണ്ടു കഴിഞ്ഞാൽ എവിടെ കണ്ടാലും മൂപ്പര് കട്ടെടുക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത് എപ്പോഴോ ഇയാളെ പറഞ്ഞു വിടേണ്ട അവസ്ഥ എത്തിയിരുന്നു ശരിക്കും. അതാണ്, അല്ലാതെ ഇപ്പോൾ അതിൽ നമുക്കിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം പറഞ്ഞിട്ട് പ്രയോജനമില്ല. കാരണം മൂപ്പരത് കേൾക്കാൻ ശ്രമിക്കുന്നില്ല. ജനങ്ങളുടെ ഒരു വൈകാരികമായ ഒരു വികാരമായ ഒരു കാര്യങ്ങളൊന്നും ഈ മുഖ്യമന്ത്രി അറിയുന്നില്ല. അയാൾ ഏതോ ലോകത്താണ് ശരിക്കും പറഞ്ഞാൽ. ഇതൊക്കെ ഉന്നതന്മാരായ ആൾക്കാരുണ്ട് നമ്മുടെ കേരളത്തിൽ. ഇപ്പോൾ ദുൽഖർ സൽമാൻ്റെ വീട്ടിൽ ED വന്നു. ഇപ്പോൾ ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടിലെന്താ ED പോവാത്ത? നല്ല അടിയാണ് കിട്ടും. അല്ലെങ്കിൽ അവർ പിന്നെ ഈ ലോകത്തന്നെ പിന്നെ അവരുണ്ടാവില്ല. ശരിക്കും അതന്നെ ഉണ്ടാവുക. ഈ ലോകത്ത് അവർ പിന്നെ ഫ്ലെക്സ് ബോർഡിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ആദരാഞ്ജലികൾ മാത്രം അർപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ED. അതിപ്പോൾ കേന്ദ്രത്തിൻ്റെ ആയാലും കേരളത്തിൻ്റെ ആയാലും. അപ്പോൾ ഇപ്പോൾ ഒന്നും വേണ്ട. അപ്പോൾ ഈ പിണറായി ഇത്രയും കാര്യങ്ങൾ ചെയ്ത് എത്ര 750 കോടി ലാവ്ലിൻ കേസ്, അതേപോലെ ഒരുപാട് കേസുണ്ട്. ശബരിമലയുടെ കാര്യം പോട്ടെ എഴുതാം, വയനാടത്തെ പിന്നെ 750 കോടി, ഇതൊക്കെ എവിടെ? ഇതൊക്കെ അന്വേഷിക്കാനല്ലേ ED വരേണ്ടത്. അല്ലാതെ ദുൽഖർ പോകേണ്ട ഒരു ആഗ്രഹം കൊണ്ട് ഒരു വണ്ടി വാങ്ങി അതിപ്പോൾ പിടിച്ചു വെച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതിന് കാര്യങ്ങൾ രേഖകളൊക്കെ ഉണ്ടാവും. അതൊക്കെ എന്താ അറിയോ, ഇതൊക്കെ രാഷ്ട്രീയമാണ്. മൊത്തത്തിൽ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പകയുള്ള രാഷ്ട്രീയമാണിത്. അല്ലാതെ ഒരു പിന്നെ ജനങ്ങളെ സഹായിക്കാനോ സേവിക്കാനോ ഉള്ള രാഷ്ട്രീയമല്ലത്. ഇതൊരു തരം എന്താ പറയുക, മനുഷ്യനെ കാർന്ന് തിന്നുന്ന, ക്യാൻസറും കൂടി തോറ്റുപോകും ഈ രാഷ്ട്രീയത്തിന്. അപ്പോൾ ഫേസ്ബുക്കിൽ ഒരു കമൻ്റ് ഇട്ടതിന് DYFIക്കാർ പിന്നെ തച്ച് ഒരാളെ ശരിയാക്കിയിരുന്നതാണ്, അടിച്ച് ശരിയാക്കിയിരുന്നതാണ് പറഞ്ഞത്. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയത്? കാരണം ഇത് നമുക്കിപ്പോൾ ഒന്നും പറയാനുള്ള ഒരു അവകാശം ഇല്ലാത്തൊരു രീതിയിലാണോ പോണത്? അതാണ്. അപ്പോൾ ഒന്നും പറയാൻ പാടില്ല. അപ്പോൾ ജനങ്ങൾക്ക് ഒന്നും പറയാൻ പാടില്ല. ഫേസ്ബുക്ക് ഇപ്പോൾ സാധാരണ ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയ വഴിയാണ് സങ്കടങ്ങളും വിശേഷങ്ങളും സന്തോഷങ്ങളൊക്കെ നമ്മൾ അറിയിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ആയാലും നിങ്ങളുടെ ആയാലും ആരായാലും ഇപ്പോൾ ഇന്നമാതിരി റോഡിലാണെങ്കിൽ ഇപ്പോൾ ഇന്നമാതിരി ആക്സിഡൻറ്റ് പറ്റി, ഇന്നമാതിരിക്ക് വണ്ടി ഡൗണായി എന്നൊക്കെ നമ്മൾ അറിയിക്കണം. കാരണം ഇപ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, അപ്പോൾ ആ പോകുന്ന ബസ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവർ പറയുമോ നമ്മുടെ അടുത്ത് ഇന്നമാതിരിക്ക് സംഭവിച്ചു എന്ന്? നമ്മൾ അങ്ങനെ മുണ്ടാണ്ട് പോകും. അപ്പോൾ ഇത് പറയാനുള്ള അവകാശം ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ സോഷ്യൽ മീഡിയ? അപ്പോൾ ഇവിടെ കലാപത്തിനൊരു ലക്ഷ്യം തന്നെയാണ് തീർച്ചയായിട്ടും.